അല്ലി ഒരു ഹാഫ് സാരി ഉടുത്തുകൊണ്ട് താഴേക്ക് ചെന്നു. യാതൊരു ചമയങ്ങളും അവൾക്കില്ലായിരുന്നു. മറിച്ച് വിഷമം മാത്രം മുഖത്ത് നിഴലിച്ചു. അവൾ ആരുടെയും മുഖത്ത് നോക്കാതെ സാവിത്രി എടുത്തു വെച്ച ചായ അടങ്ങുന്ന ട്രേയുമായി ഹാളിലേക്ക് ചെന്നു. പുറകെ പലഹാരങ്ങളുമായി സവിതയും. ഇതാട്ടോ മോളെ പയ്യൻ, ബ്രോക്കർ പറഞ്ഞപ്പോൾ അവൾ തല ഉയർത്തി ഒന്ന് നോക്കി. ഒരു ചെറുപ്പക്കാരൻ, നല്ല നീളം, അതിനൊത്ത വണ്ണം, നല്ല വെളുത്ത നിറം. അയാൾ അവളെ നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അവളും എങ്ങനെയോ ഒരു പുഞ്ചിരി മുഖത്ത് വരുത്തി ചായ കൊടുത്ത് മാറി നിന്നു. കുട്ടികൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കൂട്ടോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി, ലഡുവായിലേക്ക് വെച്ചുകൊണ്ട് ബ്രോക്കർ പറഞ്ഞു. അത് കേട്ടതും പയ്യൻ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. പുറകെ അല്ലിയും. രാഹുലേട്ടനെ മറക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല. ഇന്നും ഇന്നലെയും സ്നേഹിക്കാൻ തുടങ്ങിയതല്ലല്ലോ. ഏട്ടനോടുള്ള ഇഷ്ടം ഉള്ളിൽ വെച്ചുകൊണ്ട് താൻ ഈ കല്യാണത്തിന് സമ്മതിക്കുകയാണെങ്കിൽ അത് തൻ്റെ മനസാക്ഷിയോടും ആ പയ്യനോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. അവൾ പലതും മനസ്സിൽ ആലോചിച്ചുറപ്പിച്ച് പുറത്തേക്ക് ചെന്നു. പെങ്ങളെ, ആ പയ്യൻ്റെ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നുണർത്തിയത്. അവൻ്റെ വിളി കേട്ട് അവൾ കണ്ണും തള്ളി നോക്കി. എന്നെ തന്നെയാണോ എന്നുള്ള രീതിയിൽ അവൾ ചുറ്റിനും കണ്ണോടിച്ചു. പെങ്ങളെ തന്നെയാ വിളിച്ചേ, അവൻ വിളിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എടോ, എൻ്റെ താല്പര്യമൊന്നും നോക്കാതെ അമ്മ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞാൻ കുറേ പറഞ്ഞു നോക്കി, നോ രക്ഷ. പിടിച്ച പിടിയാലെ എന്നെ പെണ്ണ് കെട്ടിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് അമ്മ. ഞാൻ 4 വർഷമായിട്ട് ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാടൂ. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതവളാ. പക്ഷേ അവിടുത്തെ പഠിത്തം കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോഴേ വീട്ടിൽ പറയാൻ പറ്റാത്ത അവസ്ഥയാ. താൻ എങ്ങനെയും എന്നെ ഒന്ന് സഹായിക്കണം. അവൻ പ്രതീക്ഷയോടെ പറഞ്ഞു നിർത്തിയപ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ കൂടിച്ചേർന്നൊരവസ്ഥയിലായിരുന്നു അല്ലി. ഇത്രയും നേരം മങ്ങിയിരുന്ന അവളുടെ മുഖത്ത് പെട്ടെന്നുണ്ടായ തെളിച്ചം അവനും ശ്രദ്ധിച്ചു. എടോ, താൻ ആരെയോ സ്നേഹിക്കുന്നില്ലേ? എന്നെ പോലെ വീട്ടുകാരുടെ നിർബന്ധത്തിനല്ലേ താനും ഇതിന് റെഡിയായത് അല്ലേ? അവൻ ചോദിച്ചു. എങ്ങനെ മനസ്സിലായി? അത് തൻ്റെ മുഖത്തുണ്ടായ മാറ്റം കണ്ടപ്പോൾ മനസ്സിലായി എനിക്ക്. പറ, ആരാ ആള്? അത് എനിക്ക് മാത്രമേ ഉള്ളൂ ഇഷ്ടം. ആൾക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല. ഓ, താൻ വിഷമിക്കാതെടൂ, എല്ലാം ഓക്കെ ആകും, അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. അല്ല, അപ്പം വീട്ടുകാരോട് എന്തു പറയും നമ്മൾ? തനിക്കെന്തായാലും സമ്മതമല്ലാത്ത സ്ഥിതിക്ക് ഇത് മുടക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ ടെൻഷൻ ആകേണ്ട. തൽക്കാലം അച്ഛനോ അമ്മയോ ചോദിച്ചാൽ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞാൽ മതി, അവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി. എന്നിട്ട് 2 പേരും അകത്തേക്ക് നടന്നു. സവിതയോട് വിളിക്കാമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങി. അല്ലിയോട് സവിത ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പയ്യനോട് തന്നെ ചോദിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവൾ തടി തപ്പി. വേണി. കണ്ണനൊപ്പം ക്യാബിനിലേക്ക് നടക്കുമ്പോൾ രഞ്ജുവിൻ്റെ വിളി കേട്ട് അവൾ അവിടെ തന്നെ നിന്ന്. ഒപ്പം കണ്ണനും. വേണി, നീ എന്താ ഇവിടെ? നീ കാരണം എന്തുമാത്രം ഞാൻ നാണം കെട്ടെന്ന് അറിയുമോ നിനക്ക്? രഞ്ജു അമർഷത്തോടെ ചോദിച്ചു. എന്താ രഞ്ജിത്തെ? കണ്ണൻ അവനെ നോക്കി ചോദിച്ചു. ലുക്ക് അനുരാഗ്, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ്. അതിൽ വേറെ ആരും തലയിടേണ്ട, രഞ്ജു അതേ അമർഷത്തോടെ തന്നെ കണ്ണനെ നോക്കി പറഞ്ഞു. അത് കേട്ട് കണ്ണനൊന്ന് ചിരിച്ചു. ഒപ്പം വേണിയും. ഞാനല്ലാതെ വേറെ ആരാ രഞ്ജിത്തെ ഇടപെടേണ്ടേ? കണ്ണൻ കയ്യും കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. രഞ്ജു അത് കേട്ട് സംശയത്തോടെ അവരെ നോക്കി. കണ്ണൻ വേണിയോട് കുറച്ചുകൂടി ചേർന്ന് നിന്നു. എന്നിട്ട് ആരും കാണാതെ അവൾ സൂക്ഷിച്ചിരുന്ന് കണ്ണൻ കെട്ടിയ താലി അവനൊരു കയ്യാൽ കൊണ്ട് പുറത്തേക്കിട്ടു. ദാ, ഈ കിടക്കുന്ന താലി കണ്ടോ? അത് എൻ്റെ കൈ കൊണ്ട് കഴുത്തിൽ കെട്ടിയപ്പോൾ മുതൽ ഇവൾ എൻ്റെയാ, എൻ്റെ മാത്രം പ്രോപ്പർട്ടി. അപ്പോൾ വേണിയുടെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടേ? കണ്ണൻ ചോദിച്ചത് കേട്ട് അവൻ ഞെട്ടി നിന്നു. എന്നാൽ അതിൽ കൂടുതൽ ഞെട്ടിയത് വേണിയായിരുന്നു. എൻ്റെ കഴുത്തിൽ ഈ താലിമാല ഉള്ളത് കണ്ണേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഞാനിത് പുറത്തിടാറില്ലല്ലോ, അവൾ ആലോചിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നാളും നീ എൻ്റെ പെണ്ണിനോട് ചെയ്തതൊക്കെ ഞാൻ ക്ഷമിക്കും. പക്ഷേ ഇനി നിന്റെ നിഴലിവളുടെ മേൽ വീണാൽ ഈ ചിരിക്കുന്ന മുഖമല്ലാതെ അനുരാഗിന് വേറെ ഒരു മുഖം കൂടി ഉണ്ടെന്നുള്ള കാര്യം നീ അറിയും. മറ്റാരും കേൾക്കാതെ രഞ്ജുവിൻ്റെ ചെവിയോരം ചേർന്ന് കണ്ണൻ പറഞ്ഞു. അവനെ ഒന്നുകൂടെ ഒന്ന് നോക്കി വേണിയുടെ കയ്യും പിടിച്ച് അവൻ ക്യാബിനിലേക്ക് നടന്നു. രഞ്ജു അതേ നിൽപ്പ് തന്നെ നിന്നു. വേണിയുടെ വിവാഹം കഴിഞ്ഞെന്നുള്ള കാര്യം അവന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തിരികെ വീട്ടിലേക്കുള്ള ഡ്രൈവിങ്ങിലായിരുന്നു കണ്ണനും വേണിയും. കണ്ണേട്ടാ, എൻ്റെ കഴുത്തിൽ താലി ഉണ്ടെന്നുള്ള കാര്യം ഏട്ടൻ എങ്ങനെ അറിഞ്ഞു? മറുപടിയായി അവനൊന്ന് ചിരിച്ചു. എന്നും പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കഴുത്തിൽ കിടക്കുന്ന താലി പുറത്തേക്കിട്ട് അതിൽ പിടിച്ച് കണ്ണടിച്ച് നീ പ്രാർത്ഥിക്കാറില്ലേ പെണ്ണെ? അത് ഞാൻ കണ്ടിരുന്നു.
അവൻ്റെ മറുപടി കേട്ട് അവൾ ഒരു ചിരിയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. കണ്ണനും വേണിയും വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ റെഡിയായി നിൽക്കുമായിരുന്നു അച്ഛനും അമ്മയും മുത്തശ്ശിയും അച്ചുവും. മുത്തശ്ശിയുടെ അനിയത്തിയുടെ കൊച്ചുമോളുടെ വിവാഹമാണ് നാളെ. ചടങ്ങ് കഴിഞ്ഞ് ഒരാഴ്ച മുത്തശ്ശി അവിടെ നിൽക്കും. വേണിയോടും കണ്ണനോട് ചോദിച്ചപ്പോൾ പോയി വരാനാണ് പറഞ്ഞത്. അതിന് കാരണവുമുണ്ട്. നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് ഓഫീസിൽ പോകേണ്ടെങ്കിലും പുതിയ വർക്ക് കിട്ടിയത് കൊണ്ട് അതിൻ്റെ കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടവന്. ഒപ്പം തന്നെ വേണിക്കും. നിങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പാണോ മക്കളെ? മുത്തശ്ശി അവരോട് രണ്ടുപേരോടുമായി ചോദിച്ചു. എൻ്റെ മുത്ത്, കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളും വന്നേനെ. മുത്തശ്ശിയുടെ കവിളിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു. മോളെ, ഞങ്ങൾ പോയി വരട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ, അമ്മ വേണിയോടായി പറഞ്ഞു. നല്ല കുട്ടിയായി പോയി വായോ, അവൾ ചിരിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു. ഇനി ഒരാഴ്ച കഴിഞ്ഞാലേ എൻ്റെ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമല്ലേ? മുത്തശ്ശി വിഷമത്തോടെ വേണിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മുത്തു കൊള്ളാലോ, അപ്പോൾ എന്നെ കാണാതിരിക്കുന്നതിന് വിഷമമൊന്നുമില്ലല്ലേ? കണ്ണനോ കുശുമ്പോടെ പറഞ്ഞു. ദേ, ഏട്ടന് കുശുമ്പ് ആണ് കേട്ടോ, അച്ചു ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി. നീ പോടി കുരുപ്പേ, നീ പോടാ മരമാക്രി ഏട്ടാ, അച്ചു നാക്ക് വെളിയിലേക്ക് നീട്ടി കോക്രി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഒരു വഴിക്ക് പോകുമ്പോഴെങ്കിലും രണ്ടിൻ്റെയും ഈ വഴക്കൊന്ന് നിർത്ത്. പോത്തുപോലെ വളർന്നു, എന്നാലും തമ്മിൽ കണ്ട കീരിയും പാമ്പും. അച്ഛൻ ഇടപെട്ടു. അച്ഛൻ പറഞ്ഞത് കേട്ട് കണ്ണനും അച്ഛവും അച്ഛനെ നോക്കി നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. കണ്ണ, കുഞ്ഞിയെ നോക്കിക്കോണേ, അവനെ മാറ്റി നിർത്തിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. ആ മുഖത്ത് ഭയം നിഴലിച്ചു നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ഏയ്, എന്താ അച്ഛാ ഇത്? അവൻ ചോദിച്ചു. മോനെ, നിനക്കും അറിയാലോ, ശത്രുക്കളാണ് എൻ്റെ കുട്ടിക്ക് ചുറ്റിനും. ഒരവസരത്തിന് കാത്തിരിക്കുവായിരിക്കും. നോക്കിയേക്കണേ മോനെ, അച്ഛൻ നിസ്സഹായതയോടെ പറഞ്ഞു. നിങ്ങൾ സമാധാനമായി പോയി വാച്ച, ഞാനുണ്ടല്ലോ ഇവിടെ, പേടിക്കേണ്ട, അവൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശിവേട്ട, പോകണ്ടേ? അമ്മ മുറ്റത്തുനിന്ന് വിളിച്ചു ചോദിച്ചു. അച്ഛനും അവനും അവിടേക്ക് ചെന്ന് മുത്തശ്ശിയും അച്ഛനും കാറിനകത്തേക്ക് കയറിയിരുന്നു. അമ്മയും അച്ഛനും അവരോടൊന്നുകൂടെ യാത്ര പറഞ്ഞുകൊണ്ട് കയറി. അവരെ കൈവീശി യാത്രയാക്കിയതിനു ശേഷം വേണി നേരെ നോക്കുന്നത് കണ്ണൻ്റെ മുഖത്തേക്കാണ്. അകത്തേക്ക് കയറാം, അവൻ പറഞ്ഞപ്പോൾ അവളും അവൻ്റെ ഒപ്പം വീടിനുള്ളിലേക്ക് കയറി. ഒന്ന് ഫ്രഷായിട്ട് വാടാ, ഞാൻ റൂമിലേക്ക് പോവാട്ടോ, അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞിട്ട് കണ്ണൻ റൂമിലേക്ക് നടന്നു. വേണി അവളുടെ റൂമിലോട്ടും. ഫ്രഷായ ഒരു പട്ടുപാവാടയിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തലതുവർത്തി നിൽക്കുവായിരുന്നു വേണി. കഴുത്തിലെ താലിമാല പുറത്ത് കിടപ്പുണ്ട്. അവൾ തോർത്തപ്പുറത്തേക്ക് വിരിച്ചിട്ട് ആ താലി കയ്യിലെടുത്ത് അതിൽ നോക്കി ഒരു നിമിഷം നിന്നു. പിന്നെ കണ്ണുകൾ അടച്ച് അതിൽ ചുംബിച്ചു. അതകത്തേക്കിട്ടിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാനായി തിരിഞ്ഞ വേണി കാണുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ചിരിയോടെ കയ്യും കെട്ടി വാതിൽക്കൽ നിൽക്കുന്ന കണ്ണനെയാണ്. അയ്യേ, നാണം കെട്ടു, അവൾ മനസ്സിലാലോചിച്ചുകൊണ്ട് ഒരു ജാളിതയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് തരാനുള്ളതാണോ കൃഷ്ണ നീ താലിക്ക് കൊടുക്കുന്നേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. തരണമെന്നുണ്ടെങ്കിൽ ഇങ്ങ് ഡയറക്റ്റായി തന്നോളൂ നീ, ഞാൻ സ്വീകരിച്ചോളാം, അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് പറഞ്ഞു. ദേ കണ്ണേട്ടാ, വേണ്ടാട്ടോ, മാറിക്കേ, എനിക്ക് പോണം, അവൾ കള്ളദേശത്തോടെ അവനെ നോക്കി പറഞ്ഞു. നീ തന്നിട്ട് പോയാൽ മതി മോളെ, അവൻ അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഷോ, എന്ത് കഷ്ടായത്, പ്ലീസ് കണ്ണേട്ടാ, നല്ല കണ്ണേട്ടനല്ലേ, മാറുന്നേ, അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അല്ല, ഞാൻ നല്ല കണ്ണനല്ല, എന്തേ മാറാൻ തൽക്കാലം ഉദ്ദേശമില്ല, അവൻ അവളിൽ നിന്നും പിടിവിടാതെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. ശരി, കണ്ണടച്ച് നിന്നാ ഞാൻ തരാം. അയ്യടാ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഞാൻ കണ്ണടക്കില്ല, കണ്ണ് തുറന്ന് തന്നെ നിൽക്കും, തരാനുള്ളത് പെട്ടെന്ന് തന്നാൽ നിനക്ക് പോകാം, ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഞാൻ പറ്റിക്കില്ലെന്നേ, എനിക്ക് നാണവാ, അതുകൊണ്ട് കണ്ണടക്കണം പ്ലീസ്, അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് അയഞ്ഞു. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ കണ്ണടച്ചു നിന്നു. അവൾ ചിരിയോടെ അവനെ നോക്കി നിന്നു. കണ്ണടച്ച് നിൽക്കുമ്പോഴും ഒരു കുസൃതി ചിരി ആ മുഖത്ത് മിന്നി മായുന്നുണ്ട്. കിട്ടാനുള്ളത് കിട്ടിയിട്ടേ പോകൂ അല്ലേ, തരാട്ടോ, അവൾ ഒരു ചിരിയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനോട് കുറച്ചുകൂടി ചേർന്ന് നിന്ന്. അവൻ്റെ തോളപ്പോഴുള്ള നീളമേ ഉള്ളൂ അവൾക്ക്, അതുകൊണ്ട് തന്നെ അവൾ പെരുവിരലൂന്നി അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. അവളുടെ നിശ്വാസം കവളിൽ തട്ടുന്നത് കണ്ണനറിഞ്ഞു. അത് അവനിലെ പ്രണയത്തെ ഉണർത്തി. അവൻ്റെ കവളിലേക്ക് അവളുടെ ചുണ്ടിന് പകരം പല്ലുകളാണ് അവൾ അമർത്തിയത്. കടിച്ചതിൻ്റെ വേദനയിൽ എരിവ് വലിച്ച് നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ്റെ കൈ വിട്ടതും അവൾ ഒരു ചിരിയോടെ അവൻ്റെ അടുത്തു നിന്ന് മാറി മുറിക്ക് പുറത്തേക്ക് ഓടി. ഡീ, കവളിൽ കൈ ചേർത്തുകൊണ്ട് അവൾക്ക് പിന്നാലെ തന്നെ അവനും ഓടി. കണ്ണേട്ട, വെറുതെ പിന്നാലെ വരണ്ട, ഞാൻ നിൽക്കില്ല,
അവൾ മുൻപിൽ ഓടിക്കൊണ്ട് തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, എവിടം വരെ പോകാനേ മോളെ നീ? കൃഷ്ണ, നിൽക്കുന്നതാ നിനക്ക് നല്ലത്, അവനും പിന്നാലെ വിളിച്ചു പറഞ്ഞു. നിൽക്കൂല. അവൾ നടുമുറ്റത്തിന് ചുറ്റും ഓടുന്നതിനനുസരിച്ച് അവനും അവളുടെ പുറകെ ഓടി. അവൻ പലവട്ടം അവളെ പിടിക്കാനായി കൈ ഉയർത്തിയെങ്കിലും പിടിതരാതെ ഓടുകയായിരുന്നു അവൾ. അവസാനം അവളുടെ മുടിത്തുമ്പിൽ പിടികിട്ടിയതും അവൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അവൻ അവളെ വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് അവൻ പുറംതിരിഞ്ഞു നിന്നതുകൊണ്ട് കിതക്കുവായിരുന്നു അവൾ. കൃഷ്ണ, അവൻ പതിയെ അവളുടെ കാതോരം വിളിച്ചു. അവൻ്റെ കിതപ്പോടെയുള്ള ശ്വാസം കാതിൽ തട്ടിയപ്പോൾ അവൾക്ക് ഇക്കിളിയായി. അവളൊന്ന് മൂളി. അവൻ അവളെ കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്ത് പുറം മറഞ്ഞു കിടക്കുന്ന അവളുടെ മുടി ഒരു വശത്തുകൂടെ മുന്നിലേക്കിട്ടു. വിയർപ്പ് തുള്ളികൾ നിറഞ്ഞ അവളുടെ കഴുത്തിലേക്കും വലതു തോളിലായി പകുതി മറഞ്ഞു കിടക്കുന്ന അവളുടെ കാക്കാപ്പുള്ളിയിലേക്കും അവൻ്റെ നോട്ടമെത്തി. കാക്കാപ്പുള്ളിയുടെ മുകളിൽ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന ബ്ലൗസിൻ്റെ ഭാഗം അവൻ പതിയെ മാറ്റിയപ്പോഴേക്കും അവൾ അവൻ്റെ മറുകൈകൾ പിടിമുറുക്കിയിരുന്നു. ഇങ്ങനെ ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നോ? അവൻ ആ മറുകിൽ പയ്യെ തഴുകിക്കൊണ്ട് ചോദിച്ചു. പിന്നെ അവൻ്റെ കണ്ണുകൾ എത്തിയത് വലതു കഴുത്തിലായി തന്നെ ഞരമ്പിനോട് തെളിഞ്ഞു കാണുന്ന അവനേറെ പ്രിയപ്പെട്ട മറുകിലാണ്. ഈ 2 മറുകുകളും നിന്റെ ഭംഗി കൂട്ടുന്നു പെണ്ണേ, അവൻ അതിലൂടെ തഴുകിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. കൃഷ്ണ, അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ വിളിച്ചു. അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. ഒരുപാട് പ്രണയിക്കുന്നുണ്ട് ഞാൻ നിന്നെ. അതെങ്ങനെ പറയണമെന്ന് പോലും എനിക്കറിയില്ല. ചില കാര്യങ്ങൾക്ക് വാക്കുകൾക്ക് അതീതമല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരിക്കലും അളക്കാൻ പറ്റില്ല. എനിക്ക് നിന്നോടുള്ള പ്രണയവും അതുപോലെയാണ് കൃഷ്ണ, അവൻ നോട്ടം മാറ്റാതെ തന്നെ പറഞ്ഞു. ഒരു നിമിഷം കേട്ടത് സത്യമാണോ എന്നറിയാതെ നിന്നുപോയി അവൾ. അവന് തന്നോട് പ്രണയമാണെന്ന് തനിക്ക് ഒരുപാട് തവണ മനസ്സിലായതാണ്. ഒരുപാട് തവണ പറയാതെ പറഞ്ഞിട്ടുണ്ടവൻ. എങ്കിൽ പോലും അവൻ്റെ വായിൽ നിന്നത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് പോയി അവൾ. എന്തേ ഇങ്ങനെ നോക്കുന്നേ? അവൻ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ടേട്ടാ, നിങ്ങൾക്കെന്നോട് പ്രണയമാണെന്ന്. അതെത്രയോ തവണ പറയാതെ പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാത്ത ഒരാൾ എൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നു. എൻ്റെ കാര്യങ്ങളിലൊക്കെ നല്ല കരുതലാണ്. മറ്റുള്ളവർക്ക് മുൻപിൽ തികഞ്ഞ പക്വത ഉള്ളവനും മുരടനായ ബിസിനസ്മാനുമാണ് ഏട്ടനെങ്കിൽ എൻ്റെ മുൻപിൽ ഏട്ടനൊരു ചെറിയ കുട്ടിയാണ്. കൊഞ്ചുന്ന, വാശി പിടിക്കുന്ന ഒരു പാവം കുട്ടി. എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും നടത്തി തരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി എൻ്റെ ഒപ്പം നിൽക്കുമ്പോഴുമൊക്കെ ഞാൻ ആ പ്രണയം മനസ്സിലാക്കിയിട്ടുണ്ട്. നിറകണ്ണുകളോടെയാണ് വേണി അത്രയും പറഞ്ഞത്. കണ്ണൻ പ്രണയപൂർവ്വം അവളിൽ തന്നെ മെഴിയൂന്നി നിന്നു. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ബാക്കിയാണ്. എങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റിയ ഏട്ടന്? ഏട്ടൻ്റെ സുഹൃത്തിൻ്റെ കാമുകയായിരുന്നു എന്നല്ലാതെ നമ്മൾ തമ്മിൽ യാതൊരു പരിചയമില്ലാതിരുന്നിട്ട് കൂടെ ഇത്ര വേഗം എങ്ങനെ എന്നെ മനസ്സിലാക്കാൻ പറ്റി? അവന് പറയാൻ മറുപടിയില്ലായിരുന്നു. പലതും പറയണമെന്നുണ്ടെങ്കിലും എന്തോ ഒന്ന് അത് പറയുന്നതിൽ നിന്ന് വിലക്കുന്നതായി അവന് തോന്നി. അത് സമയമാകുമ്പോൾ നീ എല്ലാം അറിയും കൃഷ്ണ, അവളുടെ നെറുകയിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ അവൾ ഒന്നും ചോദിച്ചില്ല. അവൻ എന്തോ പറയാൻ വന്നതും ഫോൺ റിങ് ചെയ്തു. നോക്കിയപ്പോൾ രാഹുലാണ്. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു. കൃഷ്ണ, ഞാൻ രാഹുലിൻ്റെ വീട് വരെ പോയിട്ട് വേഗം വരാം. ഓഫീസിൻ്റെ കാര്യത്തിനാ. നീ അകത്തു തന്നെ ഇരിക്കണം കേട്ടോ. ഞാൻ അല്ലിയെ ഇവിടേക്ക് വിളിക്കാം, നീ ഒറ്റയ്ക്കിരിക്കേണ്ട. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് തന്നെ ഫോണെടുത്ത് അല്ലിയെ വിളിച്ച് വീട്ടിലേക്കൊന്ന് വരാൻ പറഞ്ഞു. അല്ലി അവിടേക്ക് എത്തിയപ്പോൾ അവൻ അവരോട് യാത്ര പറഞ്ഞ് രാഹുലിൻ്റെ വീട്ടിലേക്ക് പോയി. അല്ലി, വേണി അവളെ നോക്കി വിളിച്ചു. എന്താ വേണി? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, ഒന്ന് അകത്തേക്ക് വന്നേ. അതും പറഞ്ഞു വേണി അകത്തേക്ക് കയറി. പിന്നാലെ തന്നെ അല്ലിയും. വേണി നടുമുറ്റത്തെ പടിയിലിരിക്കുന്നത് കണ്ട് അല്ലിയും അവിടെ ചെന്ന് അവൾക്കൊപ്പം ഇരുന്നു. എന്താ വേണി? അവളെ തന്നെ നോക്കിയിരിക്കുന്ന വേണിയോട് അവൾ തിരക്കി. അല്ലി, നിനക്കെന്താ പറ്റിയേ? കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നമ്മൾ തമ്മിൽ ഒരുപാട് നാളത്തെ ബന്ധമൊന്നും ഇല്ലെങ്കിലും നിന്റെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടായ അതെനിക്ക് മനസ്സിലാകും. എന്തോ ഒരു വിഷമം നിന്നെ അലട്ടുന്നുണ്ട്. അത് നിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ടതുമാണ് അല്ലേ? അവളുടെ വാക്കുകൾ കേട്ട് അല്ലി കണ്ണു നിറച്ച് അവളെ നോക്കി. അത് കണ്ടപ്പോൾ വേണിക്കും വിഷമമായി. എന്താടാ ഇത്? എന്താണെങ്കിലും നിനക്ക് തുറന്ന് പറഞ്ഞൂടെ എന്നോട്? നമുക്കെന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാം. നീ പറ അല്ലി. വേണി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതങ്ങനെ പരിഹാരം കാണാൻ പറ്റിയൊരു പ്രശ്നമല്ല വേണി.
ഈ പ്രശ്നത്തിന് പരിഹാരം ഒന്നും തന്നെ ഇല്ല. അല്ലി പറഞ്ഞപ്പോൾ വേണി ഒന്നും മിണ്ടാതെ സംശയത്തോടെ അവളെ നോക്കിയിരുന്നു. എനിക്ക് രാഹുലേട്ടനെ ഇഷ്ടമാണ് വേണി. എനിക്ക് ഏട്ടനെ മറന്ന് വേറൊരു വിവാഹത്തിന് സമ്മതിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അങ്ങോട്ടുള്ള പോലെ ഏട്ടന് തിരിച്ചെന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല. ഏട്ടന് ഗീതുവിനെയാണ് ഇഷ്ടം. ഏട്ടൻ്റെ മുറപ്പെണ്ണാണ് ഗീതു. അവൾക്ക് തിരിച്ചും ഏട്ടനെ ഇഷ്ടമാണ്. എനിക്ക് അവരുടെ ഇടയിൽ ഒരു ശല്യമായി ചെല്ലണമെന്നില്ല. എങ്കിലും എനിക്ക് ഏട്ടനെ മറക്കാനാവില്ല വേണി, അവൾ കണ്ണീരോടെ പറഞ്ഞു. ഡാ, ഇത് ഏട്ടനോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, നിന്റെ ഇഷ്ടം പുള്ളിയെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ. വേണി പകുതിയിൽ നിർത്തി. അത് കേട്ട് അവൾ തുടർന്നു. പലവട്ടം തുറന്നു പറഞ്ഞാലോ എന്ന് കരുതിയതാ വേണി. പക്ഷേ പേടിയായിരുന്നു. എന്നോടധികം മിണ്ടിയിട്ടില്ല ഏട്ടൻ. അതുമല്ല, കണ്ണേട്ടൻ്റെ സുഹൃത്തു കൂടിയല്ലേ. ഞാൻ പറഞ്ഞെന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് പേടിച്ച് പറയാതിരുന്നതാ ഇത്രയും നാളും. ഇപ്പോൾ കുറച്ചൊക്കെ ധൈര്യം സംഭരിച്ച് പറയാൻ ചെന്നപ്പോൾ ഇതായി അവസ്ഥ, അവൾ നിസ്സഹായതയോടെ പറഞ്ഞു. വേണി അവളുടെ തലയിൽ തലോടിയിരുന്നു. അല്ല അല്ലി, ഇപ്പോൾ നിനക്ക് ഒരാലോചന വന്നില്ലേ? അമ്മായി അത് ഏകദേശം ഉറപ്പിച്ച മട്ടാണല്ലോ. എന്തു ചെയ്യും നീ? വേണി ചോദിച്ചു. ഏയ്, അത് നടക്കാൻ പോണില്ല. അതും പറഞ്ഞല്ലി പയ്യനുമായി സംസാരിച്ചതുൾപ്പെടെ വേണിയോട് പറഞ്ഞു. അമ്മയ്ക്ക് എന്നേക്കാളും എൻ്റെ സന്തോഷത്തെക്കാളും ഒക്കെ വലുത് സ്വത്തും പണവുമാണ് വേണി. ഞാനെന്ത് ചെയ്യാനാ? വേണി അവളെ സമാധാനിപ്പിച്ചു. ഡാ, എനിക്ക് നല്ല തലവേദന. ഞാൻ റൂമിൽ പോയി കിടക്കട്ടെ, നീ വരുന്നോ? അല്ലി ചോദിച്ചു. ഇല്ല, അല്ലി പോയി കിടന്നുള്ളൂ. മുത്തശ്ശിയുടെ ടേബിളിൽ ബാം കാണും, അതെടുത്ത് നെറ്റിയിൽ പുരട്ടിയൊന്ന് മയങ്ങ്, അപ്പോഴേക്കും എല്ലാം മാറും. വേണി പറഞ്ഞപ്പോൾ അല്ലി തലയാട്ടിക്കൊണ്ട് താഴെയുള്ള മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു. വേണി അതേ ഇരുപ്പ് തന്നെ ഇരുന്നു. അല്ലി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അമ്മായി എന്താ ഇങ്ങനെ? സ്വന്തം മക്കളെക്കാൾ വലുതാണോ ഒരമ്മയ്ക്ക് സ്വത്തും പണവുമൊക്കെ? എൻ്റെ പെറ്റമ്മ അല്ലെങ്കിൽ പോലും എന്ത് സ്നേഹമാണ് എൻ്റെ അമ്മായി എനിക്ക് തരുന്നത്. അമ്മയില്ലാത്തതിൻ്റെ കുറവ് അറിയിക്കാതിരിക്കാനല്ലേ ഇവിടെയുള്ള അമ്മയും എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്. എന്നിട്ടും സ്വന്തം മകളോട് അമ്മായി എന്താണ് ഇങ്ങനെ? അല്ലിയുടെ അവസ്ഥ ആലോചിച്ച് അവൾക്കും സങ്കടം വന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വായന ശരണമാക്കാറുള്ളത് കൊണ്ട് അവൾ കൂടുതലൊന്നും ആലോചിക്കാതെ കണ്ണൻ്റെ മുറിയിലേക്ക് നടന്നു. ഏട്ടൻ്റെ റൂമിലാകുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടല്ലോ, ഏതെങ്കിലും നല്ലത് വായിക്കാം. അവൾ അതും ആലോചിച്ച് റൂമിനകത്തേക്ക് കയറി. ബുക്ക് ഷെൽഫിൽ തിരിയുന്നതിന് മുൻപ് അവളുടെ കണ്ണിലുടക്കിയത് ടേബിളിലിരിക്കുന്നൊരു ബുക്കാണ്. അവൾ അതിലടുത്ത് ചെന്ന് കയ്യിലെടുത്ത് നോക്കി. അതെ, ബൈബിളാണ്. ഏട്ടൻ ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? അവൾ അത് ആലോചിച്ച് അവൻ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പേജ് തുറന്നു. കട്ടിലിൻ്റെ ഒരറ്റത്തായി ഇരുന്നു കൊണ്ട് കണ്ണിലുടക്കിയ ഭാഗം അവൾ വായിച്ചു.